ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഓൾ ഇൻ വൺ നിന്ന് നമ്മളിപ്പോൾ അദ്വൈത് ചാനലിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് തന്നെ ഒരു എന്താണ് CP+ൻ്റെ ഡാഷ് ക്യാമറയുടെ റിവ്യൂ എടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഉപയോഗിച്ചിടത്തോളം എനിക്കത് ഇഷ്ടപ്പെട്ടു കേട്ടോ. അച്ഛനും ഇഷ്ടപ്പെട്ട്, അച്ഛനല്ല പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട്, പപ്പയ്ക്ക് ഇഷ്ടപ്പെട്ട്, പിന്നെ അമ്മയ്ക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടു, അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. പിന്നെ പറയാനെടുത്തോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അങ്ങനത്തെ ഒരു ഇതൊക്കെ ഉണ്ടെങ്കിൽ മാത്രമേയാണ് നമ്മൾ അങ്ങനത്തെ ഒരു എന്താ പറയുക ഒരു പ്രൂഫാക്കി എടുക്കാൻ പറ്റുള്ളൂ. കാരണം മറ്റുള്ളവർക്ക് അങ്ങനെ സത്യം തുറന്ന് പറയുമ്പോൾ, നമ്മൾ സത്യം തുറന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് അങ്ങനെ കള്ളം ഒന്നും പറയാൻ പറ്റത്തില്ല. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അപ്പം ഞാൻ ഇന്ന് വന്നേക്കണത് CP+ൻ്റെ 360 ക്യാമറയുടെ ഒരു റിവ്യൂ ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത്. ഇന്ന് തന്നെ നമുക്ക് ഡെലിവറി വന്നിട്ടുണ്ടായിരുന്നു. മറ്റേ ഡാഷ് ക്യാമറയുടെ വന്നു കഴിഞ്ഞിട്ട് ഒരു ചേപ്പിളാണ് മറ്റേതും വന്നത്. ഏകദേശം ഞാനൊന്നും നോക്കട്ടെ, പൊട്ടിച്ച് നോക്കിയിട്ടില്ല. നമുക്ക് ആദ്യം ഒന്ന് കാണാം. അപ്പം നമുക്ക് അതിലേക്ക് പോയാലോ. അപ്പം ഗൈസ്, ഇതാണ് നമ്മുടെ CP+ൻ്റെ 360 ക്യാമറയുടെ ഒരു അൺബോക്സിംഗ് ആണ് നമ്മൾ ഇന്ന് എടുക്കാൻ പോണത്. അവിടെ കുറച്ച് റെസ്ട്രിക്ഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. റെസ്ട്രിക്ഷനല്ല, ആക്ച്വലി എന്താ CTC ടെക്നോളജി ന്യൂ ഏജ് ഇന്നോവേഷൻ ഫോർ ടോട്ടൽ പ്രൊട്ടക്ഷൻ, ഒരു 360 പ്രൊട്ടക്ഷൻ്റെ ഇതിലൊക്കെ വെച്ചിട്ടുള്ള ഒരു അഡ്വർടൈസ്മെൻ്റാണത്. ഇതിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാത്തിലും ഉണ്ട് കേട്ടോ. നമ്മുടെ എഡ്യൂക്കേഷനിൽ ഉൾപ്പെടെ ഉണ്ട്. അതായത് ഫസ്റ്റ് അഡ്രസ്സ്, ഉണ്ടാക്കിയ സ്ഥലത്തിൻ്റെ അഡ്രസ്സും, പിന്നെ മോഡലിൻ്റെ നെയിം, അതേപോലെ വൈഫൈയുടെ ഇതായിട്ട് കാണിപ്പിച്ചിട്ടുണ്ട്. വൈഫൈയുടെ ഇത്, പിന്നെ SN എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ IMNE നമ്പർ പോലത്തെ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നെറ്റ് ക്വാണ്ടിറ്റി 1N എന്ന് പറയണം, എനിക്കറിയില്ല. DEVID ഉണ്ട്. പിന്നെ മാനുഫാക്ചർഡ് മറ്റേ എല്ലാത്തിലും പറയണ്ടല്ലോ, മാനുഫാക്ചർഡ് എക്സ്പയറി ഡേറ്റിൻ്റെ ഇതൊക്കെ ഉണ്ട്. മാനുഫാക്ചർ മാത്രമല്ല, എക്സ്പയറിയുടെ ഇതൊന്നും കാണണില്ല. പിന്നെ MRP ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ അത് 3500 പക്ഷെ ഞാൻ മേടിച്ചപ്പോൾ ഒരു 2000 കണ്ടാണ് നമുക്ക് കിട്ടിയത്. ഇത് സത്യത്തിൽ ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ നിന്നാട്ടോ ഞാൻ വാങ്ങിച്ച ഡാഷ് ക്യാമറയും ഈ 360 ക്യാമറയും ആമസോണിൽ നിന്ന് മേടിച്ചാണ്. ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ലിങ്കൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ തരാം. പിന്നെ ഇതിൻ്റെ ഒരു ആപ്പുണ്ട്, ആപ്പിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. മറ്റേതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ, മറ്റേതിൻ്റെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെയും ആപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ സമയമൊന്നും ഞാൻ പറഞ്ഞ് കളയാനില്ല. ഇൻക്ലൂസീവ് ടാക്സ് എല്ലാം കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാത്തിലും ടോൾ ഫ്രീ നമ്പർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ടോൾ നമ്പർ കൊടുത്തിട്ടുണ്ട്. ടോൾ ഫ്രീ നമ്പർ എന്നാണ് ഞങ്ങൾ പറയുന്നത്. നമ്പർ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റേതായ ഒരു ഇമെയിൽ IDക്ക് നമുക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ നമുക്ക് രജിസ്റ്റർ ചെയ്യാനോ കംപ്ലയിൻറ്റ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു Gmail തന്നിട്ടുണ്ട്. മെയ്ഡ് ഇൻ ഇന്ത്യ ആണ്. മറ്റേതും അതെ കേട്ടോ, മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. മെയ്ഡ് ഇൻ ഇന്ത്യ തന്നെയാണ്. പിന്നെ നമ്മൾ ഇതൊക്കെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു നമുക്കൊരു പ്രൊട്ടക്ഷന് തന്നെ വെച്ചേക്കണേ കേട്ടോ. ഇതുപോലെ തന്നെ ആർക്കും അങ്ങനെ ആർക്കും അങ്ങനെ കള്ളം പറയാൻ പറ്റില്ല എന്നുള്ള രീതിയിൽ ഇത് 4MB ക്വാഡ് HD ക്യാമറയാണ്. 2-way കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഒന്ന് പുറത്തുനിന്നും നമുക്ക് അങ്ങോട്ട് പറയാനും പിന്നെ ഇങ്ങോട്ട് നിന്ന് നമുക്ക് കേൾക്കാനും വേണ്ടിയിട്ടുള്ള ഇതൊക്കെ ഉണ്ട്. പിന്നെ ഹ്യൂമൻ ബോഡി ഡയറക്ഷൻ ഉണ്ട്, ഡിറ്റക്ഷൻ ഉണ്ട്, പിന്നെ മോഷൻ ട്രാക്കിംഗ്, പ്രൈവസി മോഡ്, IR ലൈറ്റ് എന്ന് തോന്നുന്നു. എനിക്ക് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് പോലത്തെ ലൈറ്റാണ് കേട്ടോ. നോക്കണം, ഞാൻ പൊട്ടിച്ച് നോക്കിയിട്ടില്ല. പൊട്ടിച്ച് നോക്കുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് മനസ്സിലാവും. പിന്നെ
CB+ എന്നുള്ള ഒരു ക്യാമറ, അല്ല സോറി, CB+ൻ്റെ കമ്പനിയുടെ പേര് കൊടുത്തിട്ടുണ്ട്. അതൊരു അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ പറയാൻ പാടില്ല, ഇതിൽ പറയണത് ഞാൻ മറ്റേ കാറിൽ പറയണ പോലെ ഉണ്ട്. കാറിൻ്റെ ഇതൊക്കെ എടുക്കുമ്പോൾ പറയണ പോലെ ഉണ്ട്, ലോഗോയുടെ ഒക്കെ കാര്യത്തിൽ പറയുമ്പോൾ. അത് നമ്മൾ നോക്കണ്ട. പിന്നെ ആപ്പിൻ്റെ പേരും കൊടുത്തിട്ടുണ്ട്, വൈഫൈ ഹോം ക്യാമറ. പിന്നെ ഇതിൽ തന്നെ പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് സീൽഡ് പാക്കേജാണ് അത്, പിന്നെ തിരിച്ചെടുക്കില്ല. അത് മറ്റേലും കാണിച്ചിട്ടുണ്ടായിട്ടോ. പിന്നെ ഇതിലേ ഒരു ചെറിയൊരു അലേർട്ടല്ല, വേറൊരു പ്രത്യേകത, വർക്ക്സ് വിത്ത് ഗൂഗിൾ ഹോം. അതായത് ഗൂഗിൾ ഹോമും വെച്ചിട്ടും ഇത് പ്രവർത്തിക്കാൻ പറ്റും. ഞാൻ എന്തായാലും പൊട്ടിച്ച് നോക്കട്ടെ. ഞാൻ ഒറ്റ കൈ വെച്ചിട്ടാട്ടെ ഞാൻ മുറിക്കണം, 2 കാല് വെച്ചിട്ട് ഞാൻ മുറിച്ച് വെക്കാം. അയ്യോ, മറ്റേത് ഞാൻ നേരത്തെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അതാണ് മറ്റേതിൽ കവറൊന്നും കാണാണ്ടിരുന്നത്. ഇത് മതി, ബാക്കി നമുക്ക് കൈവച്ചതിനെ അങ്ങോട്ട് പൊളിക്കാം. കാരണം അത്രയും സമയം നമ്മൾ കളയുകയാണ്. ഇതിൻ്റെ അകത്ത് നമുക്ക് നോക്കാം, പൊട്ടിക്കാം. അപ്പോൾ ഇടത്തെ കൈ വെച്ച് തന്നെ നമുക്ക് പൊട്ടിക്കാം. മറ്റേത് ഞാൻ ഇടത്തെ കൈ വെച്ചല്ല പൊട്ടിച്ചത്, വലതേ കൈ വെച്ച് തന്നെയാണ് ഞാൻ പൊട്ടിച്ചത്. എനിക്കറിയില്ല, ഇടതും വലതൊന്നും പറഞ്ഞാൽ എനിക്കറിയില്ല, എന്നാലും ഞാൻ പറഞ്ഞു പോയെന്നുള്ളു. ഞാൻ വലതേ കാല് വെച്ച് കയറണം. വീട്ടിൽ വലതേ കാല് വെച്ച് കയറണം. വലതേ കൈ വെച്ച് എടുക്കണം കേട്ടോ. മറ്റേത് ഞാൻ ഇടത്തെ കൈ വെച്ചിട്ടാട്ടോ ഇത് മുറിച്ചത്. അപ്പോൾ ഞാൻ എന്തേ മുറിച്ചു. മറ്റേ എന്താ പറയുക, മറ്റേ എന്താണ് ഡാഷ് ക്യാമറ ഞാൻ ഇടതേ കൈ കേട്ടോ, വലതേ കൈ അല്ല ഉപയോഗിച്ചത്. സത്യത്തിൽ എല്ലാവരും അങ്ങനെ പറയാറുണ്ട്, വീട്ടിൽ കയറുമ്പോൾ വലതേ കാല്. അപ്പം നമ്മളത് തുറന്നു. ആദ്യം തന്നെ ഒരു ചെറിയൊരു പാക്കേജ് ആട്ടോ. പാക്കേജ് അല്ലല്ലോ, ഇത് ക്യാമറയാണെന്ന് തോന്നുന്നു കേട്ടോ. പിന്നെയാണ് വരണത് സാധനങ്ങൾ. വരട്ടെ. കൈ വെച്ചെടുക്കാൻ പറ്റുന്നില്ലല്ലോ. അയ്യോ, കമത്തി നോക്കാം. കമത്തി വാട പുറത്തോട്ട് വാ. ഇതെന്താണ് വരാത്ത? നോക്കട്ടെ കേട്ടോ, മറ്റേ സൈഡ് വെച്ചൊന്ന് നോക്കിയിട്ട് വരാട്ടോ. അൺഫോർച്ചുനേറ്റ്ലി സാധനം ഞാൻ പുറത്തേക്ക് ഇതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടോ. കവറിൻ്റെ അത് വേറെ ഒന്നുമില്ല. ഇതിലെനിക്ക് തോന്നുന്നു ക്യാമറയാണെന്ന് തോന്നുന്നു. പിന്നെ മറ്റേതും നോക്കട്ടെ, ഇത് പൊട്ടിച്ച് നോക്കട്ടെ ഞാൻ എന്തായാലും. അത് സത്യത്തിൽ ഇതല്ല പൊട്ടിക്കേണ്ടത്, ഇതാണ് പൊട്ടിക്കേണ്ടത് ഫസ്റ്റ്. കാരണം നമ്മൾ വലതേ കൈ വെച്ച് തന്നെ വലതേ കൈ വെച്ച് തന്നെ പൊട്ടിക്കാൻ ഇത്തിരി പ്രയാസം. അടിപൊളി സാധനം മോനെ, പേടിച്ചു പോയല്ലോ. അടിപൊളി സാധനം. അയ്യോ, ഇതെങ്ങനെ എടുക്കാവോ? ഓക്കെ, വലതേ കൈ വെച്ചാണ് അല്ല ഞാൻ ചെയ്യണത്. ഒരു മിനിറ്റ് കേട്ടാ. ഞാൻ വലതേ കൈ വെച്ച് തന്നെ വലിച്ചെടുത്തിട്ടേ ഇത്. ഇത് അടിപൊളി സാധനം. മുമ്പിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് മനോഹരമായിട്ട് നമ്മൾ CB+ എന്ന് കമ്പനിക്കാർ കൊടുത്തിട്ടുണ്ട്. അത് അടിപൊളിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലും വൈഫൈക്ക് പാസ്വേഡ് ഉണ്ടോ ഇല്ലയോ എന്നാണ് ഞാൻ നോക്കിയത്. ഇല്ലയെന്ന് തോന്നണം കേട്ടോ. പിന്നെ ഒരു QR കോഡ് തന്നിട്ടുണ്ട്. നിങ്ങൾ QR കോഡ് സ്കാൻ ചെയ്യണമെന്നൊന്നുമില്ല. നിങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾ ലിങ്ക് എടുത്ത് ഓപ്പൺ ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഇത് നല്ല അടിപൊളിയായിട്ടുണ്ട്. പാക്കിംഗ് മെറ്റീരിയൽ സത്യത്തിൽ പറഞ്ഞാൽ ഒരു പക്കാ പാക്കിങ് തന്നെയാണ് കേട്ടോ. അയ്യോ ഇനിയാണ് സാധനത്തിൻ്റെ ഏറ്റവും പാടുപെട്ട പണി. ആദ്യം തന്നെ ഒരു റൊട്ടേറ്റർ കൊടുത്തിട്ടുണ്ട്. റൊട്ടേറ്റർ അല്ല, ആക്ച്വലി ഇറ്റ് ഈസ് എന്താ പറയുക, ഇതൊരു ആണി വെച്ചടിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാധനമുണ്ട്. ഇത് സ്ക്രൂ വീട് അതിൻ്റെ പുറത്ത് തന്നെ ഈ ക്യാമറ വെച്ച് കൊടുക്കും.
പിന്നെ ഇത് കണക്ട് ചെയ്യാൻ ഇത് ടൈപ്പ് സി ആണ് കൊടുത്തേക്കുന്നത്, ടൈപ്പ് സി കേബിൾ. പിന്നെ ഇതിൻ്റെ അകത്ത് എന്തൊരു സാധനം ഉണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ അകത്ത് അഡാപ്റ്ററാട്ടോ. അഡാപ്റ്ററാണോ ചാർജറാണോ എന്ത് കുന്തമാണോ എന്ന് എനിക്കറിയില്ല. നോക്കട്ടെ, പുറത്തേക്ക് എടുക്കട്ടെ. എനിക്കും തോന്നി അഡാപ്റ്റർ ആവാനേ ചാൻസ് ഉള്ളൂ. ഇതിൻ്റെ അകത്ത് എന്താണാവോ കൊടുത്തേക്കണത്. മിക്ക പ്രോഡക്റ്റിലുണ്ട് കേട്ടോ. മിക്ക പ്രോഡക്റ്റിലും ഗവൺമെൻറ് വെച്ചിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡൈസ് മാർക്ക് അവർ കൊടുക്കുന്നുണ്ട്. കാരണം ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ ഏതൊക്കെ രീതിയിലാണോ നമ്മൾ മേടിക്കുന്നത്, മിക്കതും ഇലക്ട്രിക്കലിന് ISI ആണ്. പിന്നെ ഇങ്ങനത്തെയൊക്കെ ഓരോ സാധനങ്ങൾക്കും ഒരു തരം എന്താ പറയുക, ഒരു തരം സ്റ്റാൻഡേർഡൈസ്ഡ് മാർക്കാണ്. അത് ഞാൻ പിക്ചർ വേണമെങ്കിൽ കാണിച്ചു തരാം കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. അതും കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവർ. ഇത് നമുക്കത് വിശ്വാസത്തോടെ നമുക്ക് എടുക്കാനാണ്. ഇവർ മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞിട്ട് ഇവർ ഗവൺമെൻറ്റിലേക്ക് അങ്ങോട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കും. ടെസ്റ്റ് ചെയ്തിട്ട് അവർ ടെസ്റ്റ് ചെയ്ത് നോക്കുമ്പോൾ അവർ ഇത് നല്ല പ്രോഡക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അവരൊരു സ്റ്റാൻഡേർഡൈസ് മാർക്ക് കൊടുക്കും. ഗവൺമെൻറ് വഴി ഒരു സ്റ്റാൻഡേർഡൈസ് മാർക്ക് കൊടുക്കും. അതിനാണ് ഇപ്പം മിക്ക ഒരു ഇതിലും പറയുന്നുണ്ട് കേട്ടോ. അത് മിക്ക സ്റ്റഡീസിലും പറയുന്നുണ്ട് അവർ. 10ാം ക്ലാസ് ആണെന്നോ എനിക്കറിയില്ല. അത് ഏറ്റവും കൂടുതൽ www.bis.gov.in. BISൻ്റെ ഫുൾ ഫോം എന്താ എനിക്ക് അറിയാം. ടീച്ചർ പഠിപ്പിച്ചെന്നുണ്ടായിട്ടാ. ഇപ്പം ഞാൻ ഇറക്കുമ്പോൾ മറന്നുപോയി എന്നുള്ള മറ്റിലാണ്. GOV അറിയാം, ഗവൺമെൻറ്റിൻ്റെ ഇതാണ്. BIS ബ്യൂറോ ഇന്ത്യൻ സ്റ്റാൻഡേർഡൈസ് മാർക്കാണ്. അത് മിക്ക ഇതിലുണ്ട്, മിക്ക സ്റ്റഡീസിലും അവർ പറയുന്നുണ്ടത്. കാരണം അതൊരു നമ്മൾ ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടതാണ്. പിന്നെ ഞാൻ പഠിച്ചത് കൺസ്യൂമർ പ്രൊട്ടക്ഷനിലാണ്. കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ എനിക്ക് ഇങ്ങനത്തെയൊക്കെ ചാപ്റ്റേഴ്സ് ഉണ്ടല്ലോ. കൺസ്യൂമർ പ്രൊട്ടക്ഷൻ, അതായത് ISI മാർക്ക്, ESI മാർക്ക്, മറ്റേ മാർക്ക്, അഗ് മാർക്ക്, മോൾ മാർക്ക്, ഹോൾ മാർക്ക്, എല്ലാ മാർക്കുകളും ഉണ്ട്. പക്ഷെ 10ാം ക്ലാസ് ജയിക്കാനുള്ള മാർക്ക് മാത്രമില്ല ഇവന്. അതെല്ലാവരും പറയണ്ട. ബാക്കി എല്ലാ മാർക്കുണ്ട്. ഹോൾ മാർക്ക്, മറ്റേ മാർക്ക്, മറിച്ച മാർക്ക്. പിന്നത്തെ ഇതെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അത് സ്റ്റഡീസിൽ നമുക്കത് മനസ്സിലാക്കാനുള്ള ഇതാണ്. അത് ഒരു അറിവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ അച്ഛനമ്മയൊക്കെ എപ്പോഴും പറയും, ബുക്ക് വായിക്കടാ എന്ന് പറയും. പക്ഷെ എനിക്കത് കേൾക്കുമ്പോൾ എന്തോ ഒരു ഇതുപോലെയാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാനിങ്ങനെ പഠിച്ചത് ഇപ്പം ടീച്ചർ എനിക്ക് പഠിപ്പിച്ച് തന്നിട്ടൊന്നുമല്ല. ഞാൻ 9th ആയിരുന്നപ്പോഴൊക്കെ ടീച്ചേഴ്സ് വേറെ പിള്ളേരെ പഠിപ്പിക്കുന്നു. വേറൊരു 10th ഞങ്ങളുടെ ക്ലാസ്സിൽ തന്നെ വരും. അപ്പോൾ ടീച്ചർ ഞങ്ങളെയും പഠിപ്പിക്കും. പക്ഷെ ഞങ്ങൾ അത് കേട്ടോണ്ടിരിക്കും. അപ്പോൾ ഞങ്ങൾ കേട്ടോണ്ടിരിക്കുന്നതിൽ ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം. അതായത് ഏത് പ്രോഡക്റ്റിനായാലും സ്റ്റാൻഡേർഡൈസ് മാർക്ക് ഉണ്ടാകും, ഗവൺമെൻറ് വഴി കൊടുക്കുന്നതാണ്. അപ്പോൾ ഞാൻ ഏതായാലും കൂടുതൽ പറഞ്ഞ് പഠിപ്പിക്കുന്നില്ല. നമ്മൾ CB+ലേക്കാണ് നമുക്ക് ഇതൊക്കെ കിടക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഇൻഗ്രീഡിയൻസ് നോക്കാം. ആദ്യം നമുക്ക് കമ്പനിയായിട്ട് തരികയാണ് ഒരു ആണിയുണ്ട്. ആണി വെച്ച് കുത്തി അത് ചടിച്ച് കുത്തുക. അതിനുള്ളൊരു ആണിയും തന്നിട്ടുണ്ട്. ഒരു എന്താ പറയുക, ടൈറ്ററും ഉണ്ട്. ടൈറ്റർ വെച്ചിട്ടാണ് ആണി അടിച്ചിട്ടാണ് ടൈറ്റ് ചെയ്യണത്. ടൈറ്റർ അടിക്കും എന്നിട്ട് ആണി കുത്തും. കേബിളുണ്ട്. പിന്നെ ഇതൊരു ഫിക്സർ തന്നിട്ടുണ്ട് ക്യാമറയ്ക്ക്. പിന്നെ ഒരു അഡാപ്റ്റർ, ചെറിയൊരു അഡാപ്റ്ററും തന്നിട്ടുണ്ട്. അഡാപ്റ്ററാണ് ചാർജറിൻ്റെ ഇത്. പിന്നെ ക്യാമറയുടെ കാര്യം വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 360 ഡിഗ്രി ക്യാമറയുടെ ആട്ടോ ഇത്. ഞാൻ കാണിച്ചു തന്നില്ലല്ലോ. ഇത് 360 ഡിഗ്രി ക്യാമറയുടെ ഒരു വ്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗൈസ്. അപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള, ഇപ്പം എൻ്റെ വീട്ടിൽ ഒരെണ്ണം ഉണ്ട്. ആ ഒരു ഇതിൽ വെച്ച് നോക്കുകയാണെങ്കിൽ അത് 360 അല്ല, 380 പോലും 380. അതെന്തോ ഒരു ഡിഗ്രി ക്യാമറയാണത്. ആ ഒരു ക്യാമറയുണ്ട്. പിന്നെ ഈ ഒരു ക്യാമറയും കൂടി ഞാൻ വെക്കാൻ നോക്കുകയാണ് കേട്ടോ. ഞാൻ എന്തായാലും ഇത് പ്രവർത്തിച്ച് കാണിച്ചു തരാം. പ്രവർത്തിച്ച് കാണിച്ചു തരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം മനസ്സിലാവും. നിങ്ങൾക്ക് കാണുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ലാൻഡ്സ്കേപ്പായിട്ട് കാണുന്നുണ്ടെങ്കിൽ അത് എൻ്റെ ഭാഗത്തുള്ള തെറ്റൊന്നുമല്ല. അത് ഞാൻ അറിയാണ്ട് ഇങ്ങനെയൊക്കെ എടുത്ത് ഇങ്ങനെ എൻ്റെ മോന്തയൊക്കെ കാണിച്ചുകൊണ്ട് നടക്കുമ്പോൾ അങ്ങനെ മറ്റേ വീഡിയോസിലും എല്ലാം ഉണ്ട് അങ്ങനെ. അത് ആ ഒരു
ഡയറക്ഷൻ തെറ്റിപ്പോണാണ് ഓട്ടോമാറ്റിക്കായിട്ട്. ഇപ്പോൾ ലാൻഡ്സ്കേപ്പാണ്, ഡയറക്റ്റ് ഓട്ടോമാറ്റിക്കായിട്ട് അത് മാറിപ്പോണേ കേട്ടോ. അത് ഞാൻ ഇതൊന്ന് പ്രവർത്തിച്ച് നോക്കാനുള്ള സ്ഥലം ഓക്കെ, ഞാൻ കാണിച്ചു തരാം, പ്രവർത്തിച്ച് കാണിച്ചു തരാം, എവിടെ എന്തെങ്കിലും ഒപ്പിച്ച് കാണിച്ചു തരാം. ഓക്കെ, ഒരു പ്ലഗ് പോയിൻ്റ് നമുക്ക് കിട്ടി. ആ പ്ലഗ് പോയിൻറ്റിലേക്ക് നമ്മളിതൊന്ന് ഒന്ന് കുത്തി നോക്കുകയാണ്. അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ട് തരാം കേട്ടോ. നമ്മൾ വയർ ഊരിയെടുത്തു, വയർ താഴെ കിടപ്പുന്നുണ്ട്, മറ്റേ വയർ ഞാൻ ഊരിയെടുത്തു. അഡാപ്റ്റർ ഞാൻ കുത്തുകയാണ്, ഷോക്കൊന്നും അടിക്കൂല. ബാക്കിലാണ് കേട്ടോ ഇതിൻ്റെ കുത്താനായിട്ടുള്ള ഒരു ഭാഗം. എന്തായാലും കമത്തുന്നുള്ളൂ, ബാക്കിലോട്ട് ഞാൻ പോകണില്ല. പിന്നെ ഇതിൽ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീസെറ്റ് ബട്ടൺ ഉണ്ട് കേട്ടോ ഇവിടെ. നിങ്ങൾക്ക് ക്ലിയറായിട്ട് കാണാൻ പറ്റുന്നുണ്ടോ ഗൈസ്? എനിക്ക് സംശയമാണ്. അതായത് റീസെറ്റ് ബട്ടൺ ഉണ്ട് കേട്ടോ, അത് കറുത്ത കളറാണ്. പിന്നെ ഞാൻ ഈ ഒരു പ്ലാസ്റ്റിക് കവറ് റിമൂവ് ചെയ്യാണ്. ഓൺ ചെയ്തു, ഒരു റെഡ് ലൈറ്റ് വന്നു. ബാക്കി ഞാൻ കണക്ട് ചെയ്യണതിൻ്റെ ഇതൊക്കെ ഞാൻ കാണിച്ചു തരാം. ആദ്യം ഇതൊന്ന് വരട്ടെ. Camera is starting now. Please wait. Waiting for Wi-Fi connection. വൈഫൈ കണക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാനൊന്ന് ഓക്കെ, വൈഫൈ കണക്ഷന് നിന്നോ നീ, ഞാൻ ഇപ്പം തന്നെ വരാട്ടെ ഗൈസ്. വരുന്ന വൈഫൈ കണക്ഷനിലൊന്ന് കയറ്റിയിട്ട് വരാം. എൻ്റെ പൊന്നു ഗൈസേ, ഞാൻ മറ്റേ ഇതില്ലേ ബാക്കി ഞാൻ എടുക്കാം കേട്ടോ. മറ്റേ വരാം എൻ്റെ പൂന്തോണം ഞാൻ പറയാം. വൈഫൈ ചെയ്ത് തരാ, ഒരു മിനിറ്റ്. വൈഫൈ നമ്മൾ ഓൺ ചെയ്യാം. മോർ സെറ്റിങ്സ് ഞാൻ വെറുതെ അങ്ങനെ പറയുന്നത്. ഓൾറെഡി നമുക്കിവിടെ സെറ്റാണ്, അതിലേക്ക് നമ്മൾ കണക്ട് ചെയ്തു. ഇൻസെക്യൂർ എന്താണ് നിനക്ക്? ഇതിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ഇവിടെ, ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇൻസ്റ്റാളും രജിസ്റ്ററും ചെയ്ത് വെച്ചതാണിത്. ഇനി വൈഫൈ കണക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലക്കിട്ട് കുത്തില്ല, കാര്യം പറഞ്ഞേക്കാം. ഇതിൻ്റെ പേര് E45. ഓക്കെ, നമ്മൾ ആ ഡിവൈസ് വെച്ച് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ട് ഡിവൈസ് നെയിം. ഇതെന്താ വരാത്ത? കണക്റ്റ് ആവടോ. ഇതെങ്ങനെയാണാവോ കണക്ട്? ഒരു മിനിറ്റ് കേട്ടോ ഗൈസ്, ഇത് ഞാൻ നോക്കിയിട്ട് വരാം. ഗൈസ്, തെറ്റ് എനിക്ക് മനസ്സിലായി. വൈഫൈ കണക്ഷൻ മിണ്ടാണ്ടി തുടങ്ങാം കേട്ടല്ലോ. ഇതാണ് നമ്മൾ റീസെറ്റ് ദ ഡിവൈസ്, പവർ ദ ഡിവൈസ് ഓൺ ആൻഡ്
തലക്കിട്ട് ഞാൻ തരിഞ്ഞ ഉറപ്പാണ്. ഓൺ ആൻഡ് മേക്ക് ഷുവർ ദ ഇൻഡിക്കേറ്റർ ഈസ് ഫ്ലാഷിംഗ് ക്വിക്ലി ഓർ എ പ്രോംപ്റ്റ് ടോൺ ഈസ് ഹെഡ്. Waiting for Wi-Fi connection. Waiting for Wi-Fi connection. Waiting for Wi-Fi connection. ഓക്കെ, അപ്പോൾ അത് സെറ്റായി. ഇനി ഞാൻ For Wi-Fi connection. കണക്ട് ചെയ്യാടി, മിണ്ടാണ്ടി ഫസ്റ്റ്. Wi-Fi is connecting. Please wait. Wi-Fi network connection succeeded. ഓ ഭാഗ്യം. വൈഫൈ കണക്ഷൻ ഹാസ് സക്സീഡഡ്. അയ്യോ, സക്സീഡഡ്. അയ്യോ, അറിയാണ്ടായിപ്പോയി. Reset success. Camera is rebooting now. ഞാൻ ഒന്നും കൂടി ചെയ്തു. Waiting for Wi-Fi connection. Wi-Fi is connecting. Please wait. വൈഫൈ ഈസ് കണക്റ്റിംഗ് ആയിട്ടുള്ളൂ. Wi-Fi network connection succeeded. സക്സീഡഡ്. ഇതിനെ ഒന്ന് വെയിറ്റ് ചെയ്ത്. Device added successfully. യെസ്, ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മുടെ സാധനം റെഡി ആയിട്ടുണ്ട് കേട്ടാ. ഒന്ന് വ്യൂ ചെയ്ത് നോക്കാം. ഇത് വേണ്ട, ഞാൻ ഇപ്പം ചെയ്യണില്ല. സാധനം ഓക്കെ ആയി ഗൈസ്. ഒരു മിനിറ്റ് ട്ടാ. ഇവിടെ വെച്ചിട്ടാണ് വ്യൂ നോക്കാം. ഇതാണ് എൻ്റെ വീട്. ഞങ്ങളുടെ വീട് ഇത്തിരി അലങ്കോലമാണ്. ഞാൻ തന്നെ അലങ്കോലമാക്കി വെച്ചതാണ്. എന്താണ് സംഗതി എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടാ. ആഹാ, ക്ലിയർ വ്യൂ. ഓ വാവ്, ഇതാണ് നമ്മുടെ സാധനം. ഓ 12 മണിയായോ ഇത്രയും പെട്ടെന്നാ? നാളെ എൻ്റെ കൂട്ടുകാരിയുടെ ബർത്ത്ഡേ ആണ്. കഴിഞ്ഞ മാസം ഞാൻ എന്താ പറയുക, കഴിഞ്ഞ മാസം 31-ാം തീയതി ഞാൻ എടുത്തുകൊണ്ടിരിക്കുന്ന വ്യൂ ആട്ടാ.
ഞാൻ ഒരിക്കലും അങ്ങനെ നാളെയെന്ന് പറയില്ല. ഞങ്ങൾ അങ്ങനെ പുതിയൊരു വർഷമൊക്കെ വന്നു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഞങ്ങൾ ഇതിൽ ഇങ്ങനെ ഉള്ളിൽ കയറി പോയിക്കൊണ്ടേയിരിക്കും കേട്ടോ. അപ്പോൾ ഓക്കെ അല്ലേ? ക്യാമറയുടെ മുമ്പിൽ എന്തെങ്കിലുമൊക്കെ കാണിക്കണ്ടേ. അപ്പോൾ ഞാൻ മറ്റേ വീഡിയോ ആയിട്ട് വരാം. റെക്കോർഡിംഗ് ഒക്കെ നമുക്ക് ഇവിടെ തന്നെ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ട്. റെക്കോർഡ് ചെയ്യാനായിട്ട് സൂം ചെയ്യാനായിട്ട് ഇത് ഇങ്ങനെയൊക്കെ സൂം ചെയ്യാം. അവിടെയൊക്കെ സൂം ചെയ്ത് കൊണ്ടുപോകാം. സൂം കുറയ്ക്കാനൊക്കെ പറ്റും. ഡയറക്ഷൻ നമുക്ക് മാറ്റാനൊക്കെ പറ്റുന്ന ഒരു റിമോട്ട് കൺട്രോളർ നമുക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഫുൾ HD ഉണ്ട്. റെക്കോർഡിംഗ് ഉണ്ട്. നമുക്ക് മിണ്ടാനായിട്ടുള്ള ഇതുണ്ട്. പിന്നെ ഒരു സ്നാപ്ഷോട്ട് ഞാൻ കാണിച്ചു തരാം. ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് സ്നാപ്ഷോട്ട് ഞങ്ങളെടുത്തു. ഇതെല്ലാം നമുക്ക് വർക്കിംഗ് ആണ്. എനിക്ക് സംഗതി ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇനി എനിക്ക് വേറെ ഒന്നല്ല, പ്ലേ ബാക്ക് വേണം. മോഷൻ ഡിറ്റക്റ്റഡ്, ഓഡിബിൾ അലാം ഉണ്ട്, സൈറൻ ഉണ്ട്, ഡിവൈസ് വോളിയം 100 ആണ്. പ്രൈവസി മോഡ് ഉണ്ട്. ഇപ്പോൾ ക്യാമറ ഓഫായി. പ്രൈവസി മോഡ് നമുക്ക് ടേൺ ഓൺ ചെയ്യാം, ടേൺ ഓഫ് ചെയ്യാം. പ്ലേ ബാക്ക് ഉണ്ട്, ഗാലറി ഉണ്ട്, തീം കളർ ഉണ്ട്, WDR ഉണ്ട്, IR നൈറ്റ് വേർഷൻ. അത് ഞാൻ ഒന്ന് നോക്കട്ടെ കേട്ടോ. നൈറ്റ് വേർഷൻ എങ്ങനെ ഉണ്ടാവും? ഒരു മിനിറ്റ്, ഇവിടെ ലൈറ്റ് കത്തിക്കഴിഞ്ഞു. നൈറ്റ് വേർഷൻ ഒന്ന് കാണാം. ബ്ലാക്ക് ആൻഡ് വൈറ്റ് തന്നെയാണ് ഗൈസ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ്, വെറും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അപ്പോൾ ഞാൻ മറ്റേ വീഡിയോയും കൂടി എടുത്തിട്ട് വരാം. അതിൽ ഞാൻ താങ്ക് യു എല്ലാം പറയാം. എനിക്ക് ഏകദേശം ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ ആ ഒരു ലൈറ്റ് ഓഫായി. അപ്പോൾ നമ്മുടെ ക്യാമറ ഓൾറെഡി സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ഇതെല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഡിവൈസിൽ ഞാൻ കൊടുക്കുകയാണ്. ഡിവൈസിലല്ല, നമ്മൾ ചാനലിൽ അത് കൊടുക്കുകയാണ്. ചാനലിൽ ഞാൻ കൊടുക്കുമ്പോൾ എല്ലാം ഉണ്ടാവും, എല്ലാ ഡീറ്റെയിൽസും ഉണ്ടാവും, നിങ്ങളെ ഉദ്ദേശം മൊത്തം ഉണ്ടാവും. പിന്നെ അതെ നമ്മുടെ CP+ 360 ഡിഗ്രി ക്യാമറ അടുത്തുണ്ട് കേട്ടോ. ഇതാണ് സാധനം. ഞാൻ ഇപ്പോൾ വരാട്ടോ, ഒരു മിനിറ്റ്. അപ്പോൾ അതെ ഞാൻ ക്യാമറയുടെ കഴുത്തേക്ക് കയറി പിടിക്കുന്നു ഞാൻ. ഒരു മിനിറ്റാ എടുത്തു പോകട്ടെ. സത്യത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ പേരിൻ്റെ അടുത്ത് തന്നെ വേണം നമ്മൾ ക്യാമറ വയ്ക്കാൻ. ഇതാണ് ക്യാമറ ഗൈസ്. ക്ലിയർ ആയിട്ട് കാണാം നിങ്ങൾക്ക്. ഇവിടെ വൈഫൈയുടെ പാസ്വേഡ്, അതിൽ പറയണ പോലത്തെ പാസ്വേഡ് ഒന്നുമില്ല. ഇതിലെല്ലാം പേര് അതെ സ്റ്റാൻഡർഡൈസ്ഡ് മാർക്ക് ഇതിനും കൊടുത്തിട്ടുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റാണെന്ന് കാണിക്കാൻ. പാർട്ട് 1. അപ്പം എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ ഗൈസ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ കമൻറ്റും ചെയ്യുക. ഇവിടെ ഞാൻ ഗ്ലാസ് അടച്ചിട്ടാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ. പിന്നെ ഇവിടെ ബാക്കി ഐറ്റംസ് ഇല്ല. ഇല്ല, ഒന്നുമില്ല ബാക്കി.
എല്ലാം നമ്മൾ ഉപയോഗിച്ചു. പിന്നെ നിങ്ങൾക്ക് ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാനുള്ള ഇതെല്ലാം ലിങ്കെല്ലാം നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ആപ്പിൻ്റെ ലിങ്ക് ഉൾപ്പെടെ മറ്റേൻ്റെ എല്ലാ ലിങ്കും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ എന്താ ഉള്ളത്, വേറെ ഒന്നും ഇല്ലെന്ന് തോന്നണം പ്രത്യേകിച്ച്. ഇത് ഞാൻ അവിടെ കൊണ്ടുപോയി വീട്ടിൽ ചെന്നിട്ട് എല്ലാം ഞാൻ അവിടെ സെറ്റപ്പ് ചെയ്തിട്ട് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വരാട്ടോ ഗൈസ്. അപ്പോൾ ഓക്കെ, ടാറ്റ. ഓൾ ഇൻ വൺ അല്ലല്ല, സോറി, അദ്വൈറ്റ്സ് ചാനലിലേക്ക് ടാറ്റ, ബൈ ബൈ. ഓക്കെ, വേറെ ഒന്നും എനിക്ക് പറയാനില്ല. 12 മണിയായി, 12 മണിയല്ല. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ. അദ്വൈറ്റ്സ് ചാനലിലേക്ക് ടാറ്റ, ബൈ ബൈ. വേറൊരു കാര്യം കൂടി ഉണ്ടല്ല, അതായത് ഈ ഒരു ക്യാമറയുടെ ഇതിൽ നമുക്ക് CP+ൽ അവർ തന്നെ നമുക്ക് തന്നിട്ടുണ്ട് ഒരു എന്തോ ഒരു ചീത്ത പണം പോലെ തോന്നി, അതാണ് ഞാൻ മണത്ത് നോക്കിയത്. അത് പിന്നെന്താണ്, വേറൊരു കാര്യം കൂടിയുണ്ട്. ഗൂഗിൾ ഹോം വെത്തും വർക്ക് ചെയ്യും. ഞാനത് വീട്ടിൽ ചെന്നിട്ട് അതിൻ്റെ ഇതെല്ലാം ഞാൻ കാണിച്ചു തരാം, എങ്ങനെയാണ് ചെയ്യട്ടെ എന്നൊക്കെ ഉള്ളത്. അതൊന്ന് ഞാൻ നോക്കട്ടെ ഫസ്റ്റ് ഓഫ് ഓൾ അതെങ്ങനെ ചെയ്യണേന്നൊന്നും. ഗൂഗിൾ ഹോമും വെച്ച് നമുക്കിപ്പോൾ എല്ലാം ഇപ്പോൾ AI ഇപ്പം എല്ലാം വന്നു തുടങ്ങി മൊബൈലിൽ. ഫേസ്ബുക്ക്, ട്വിറ്റർ എല്ലാം വന്നു തുടങ്ങിയപ്പോൾ ഗൂഗിൾ കാര്യം തന്നെ ഒരു ഗൂഗിൾ ഹോം എന്നും പറഞ്ഞ സാധനം ഇറക്കി. അതും കണക്ട് ചെയ്യാൻ പറ്റും, എൻ്റെ അമ്മോ. അപ്പം ഞാൻ മറ്റേ വീഡിയോയിലും ആയിട്ട് ഞാൻ വരാട്ടാ. അതിൽ ഞാൻ ടാറ്റ ബൈ ബൈ എല്ലാം പറയാം. മറ്റേ വീഡിയോയിൽ ഞാൻ ഇതന്നെ പറഞ്ഞല്ലേ, ടാറ്റ ബൈ ബൈ ഞാൻ പറഞ്ഞുതരാം. മറ്റേ വീഡിയോയിൽ വരാം, മറ്റേ വീഡിയോ എടുത്തിട്ടില്ലല്ലോ, അതെടുക്കുമ്പോൾ ഞാൻ പറയാം. ഓക്കെ, അപ്പം ഞാൻ ഈ കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഈ കാര്യം പറയാൻ വേണ്ടിയിട്ട് ഞാൻ നിങ്ങളെ കൊടുത്തതാണ്.